ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എൻ്റെ കൈക്കൊരു സർജറിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൈയുടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ എനിക്ക് ഇതൊന്നും എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് അമ്മയുടെ തകഴിയിലുള്ള വീട്ടിലാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ തകഴിയിലേക്ക് വന്നിരുന്നു. അമ്മയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും കുറേ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു സർജറിക്ക് ശേഷം. എന്നാലും നമുക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് അതേപോലെ തന്നെ ഈ ഒരു കൈ ട്വിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂടെ ഞാനും തകഴിയിലേക്ക് വന്നിരുന്നു. ഞങ്ങളവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് മേഘ ചേച്ചി ഇംഗ്ലണ്ടിൽ നിന്ന് വന്നത്. മേഘ ചേച്ചിയെ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പം അറിയായിരിക്കും. ഞാൻ എൻ്റെ പല വ്ളോഗ്സിൽ ഇവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഫേവറേറ്റ് സ്റ്റുഡൻ്റാണ് മേഘ ചേച്ചി. അതേപോലെ തന്നെ അവരുടെ ഫാമിലിയും ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. ഞങ്ങളുടെ റിലേറ്റീവ്സിനേക്കാളും ഇവർക്കാണ് ഞങ്ങളോട് ഏറ്റവും സ്നേഹമുള്ളത്. ഞങ്ങൾക്കും തിരിച്ച് അതേപോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഫസ്റ്റ് വിളിക്കുന്നത് ഇവരെയാണ്. എൻ്റെ സർജറിയുടെ പ്രീവിയസ് ഡേ തൊട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ വരെയും ഇവർ ത്രൂ ഔട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. അതേപോലെ തന്നെ അമ്പലത്തിലെല്ലാം ഇവർ നേർച്ചയും വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഇവരുടേത്. എല്ലാവരും ഉഷാൻ്റെ ആയാലും ലതികാൻ്റെ ആയാലും അച്ചുവും കിച്ചുവും മേഘ ചേച്ചി അങ്കിളുമാരും എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങളായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോഴ് അമ്പലപ്പുഴ പള്ളിപ്പാന കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ഒരാളുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം 12 വർഷം കൂടുമ്പോഴാണ് ഈ പള്ളിപ്പാന എന്നുള്ള ചടങ്ങ് നടക്കുന്നത്. സോ അത് അവിടെ പോയി പ്രാർത്ഥിക്കാനും കാണാനും ഒക്കെ പറ്റി. ഈ പള്ളിപ്പാന എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, പാന എന്ന് പറഞ്ഞാൽ പാട്ടെന്നാണ് അർത്ഥം. അപ്പം ദേവസന്നിധിയിൽ നടക്കുന്ന പാട്ടിനെയാണ് പള്ളിപ്പാന എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യർക്ക് വരുന്നത് പോലെ വിളിദോഷവും കണ്ണുദോഷവും മറ്റ് ദോഷങ്ങളെല്ലാം ഭഗവാന്റെ വിഗ്രഹത്തിലും വരുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. ആലസ്യത്തിൽ ആയിരുന്ന വിഷ്ണുവിനെ പാട്ടുകൾ പാടി ഉണർത്തുന്ന കർമ്മമാണ് ഈ പള്ളിപ്പാന എന്ന് പറയുന്നത്. സോ ഇത് അവിടുത്തെ ഓരോ ചടങ്ങുകളാണ്. ഈ പള്ളിപ്പാന എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത് മകരം 1 മുതൽ 12 വരെയാണ്. 12 പള്ളിപ്പാനകൾ കഴിഞ്ഞാൽ വിജയബലി എന്ന ചടങ്ങും നടക്കും. 1954 24ാമത് പള്ളിപ്പാനയും വിജയബലിയും നടന്നിരുന്നത്. ഇനി 2098 അടുത്ത വിജയബലി. സോ ഇതൊക്കെയാണ് എനിക്കറിയാവുന്നുള്ള ഐതിഹ്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലെത്തി. ഭയങ്കര രസമായിരുന്നു ഇവരുടെ കൂടെ പോവാൻ വേണ്ടിയിട്ട്. ഈ പള്ളിപ്പാന നടക്കുന്ന ടൈമിൽ ഓദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ കണ്ണുദോഷവും വിളിദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പം എന്നെയും ഉഷേൻ്റെ കൊണ്ടുപോയി ഓദിക്കുകയാണ്. ഞാൻ ഈ ഓദിക്കാൻ പോകുന്ന ആൻറ്റി പക്ഷെ സ്ഥിരമായിട്ട് അമ്പലത്തിലുള്ള ഒരാളാണ്. ഭാമ എന്നാണ് പേര്. ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പം ഈ ആൻറ്റിയെ കൊണ്ട് ഓദിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഓദിച്ചൊക്കെ കഴിഞ്ഞു. ഇനി അവിടെ നിന്നൊരു ചരട് കെട്ടാനും കൂടെ തരും. അപ്പം ആൻറ്റി തന്നെ കെട്ടിയൊക്കെ തരും. ഈ ഒരു പള്ളിപ്പാന നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരിങ്ങനെ ഓദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെയൊക്കെ അടുത്ത് നിറച്ചും ആളുകൾ ഇങ്ങനെ ഓദിക്കാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ടായിരുന്നു. എൻ്റെയും എൻ്റെ അമ്മയുടെയും ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ പള്ളിപ്പാന തൊഴാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മേഘ ചേച്ചിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു പള്ളിപ്പാന വന്ന് തൊഴണമെന്ന്. ആ ഒരു കറക്റ്റ് ടൈം ആയപ്പോഴേക്കും ചേച്ചിക്കും ലീവൊക്കെ കിട്ടി വന്ന് തൊഴാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു അവിടെ പോയി തൊഴാനും. ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റി. ഈ ഒരു ടൈമിലും എനിക്ക് കൈക്ക് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ. പക്ഷേ ഇവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു.
അത്ര രസമായിരുന്നു. ഉഷാൻ്റെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. പക്ഷെ ലതി ആൻറ്റിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ലതി ആൻറ്റി നിന്നും ബോസ് ഇതൊക്കെ തരും. പക്ഷെ ഉഷാൻ്റെ ക്യാമറ കണ്ടാൽ അപ്പോൾ ഓടും. ഞങ്ങൾ അറിയാണ്ടൊക്കെയാണ് ഉഷാൻ്റെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നതെന്ന് പറയുന്നത് അമ്പനാട്ട് പണിക്കർ എന്ന അദ്ദേഹത്തെയാണ്. ഇവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. അമ്പലപ്പുഴ ക്ഷേത്രവും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചെമ്പകശ്ശേരി രാജഭരണകാലത്ത് ഈ സ്ഥലം അമ്പനാട് കുടുംബകളരി നടത്തിയിരുന്നതായിരുന്നു. ഇവിടെ വില്വമംഗലം സ്വാമിയാൽ ശ്രീകൃഷ്ണ സാന്നിധ്യം മനസ്സിലാക്കിയ ചെമ്പകശ്ശേരി രാജാവ് ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ വിവരം അമ്പനാട് കുടുംബക്കാരെ അറിയിക്കുകയും അവർ സന്തോഷപൂർവ്വം ക്ഷേത്രം നിർമ്മിക്കുന്നതിനായിട്ട് അവരുടെ സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തു. കാരണവർക്ക് രാജാവ് പണിക്കർ സ്ഥാനവും വാളും കടുക്കന് നൽകി ആദരിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിനോട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ എടുത്തതാണ്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ഒരു ചെറിയ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങളെല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എക്സിബിഷൻ കാണാനൊക്കെ ആയിട്ട് അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കൈയുടെ കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോകും. പക്ഷെ ഉഷാൻ്റെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു മോളെ കൈ സൂക്ഷിക്കണേന്നും പറഞ്ഞിട്ട്. എന്നേക്കാൾ കോൺഷ്യസ് ആയിരുന്നു എൻ്റെ കൈയെപ്പറ്റി ഉഷ ആൻറ്റി. എൻ്റെ അമ്മയേക്കാൾ ഉഷ ആൻറ്റിയാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എക്സിബിഷനിൽ അവിടുത്തെ ഓരോ ഐതിഹ്യങ്ങളൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കണ്ടു. അതേപോലെ തന്നെ മ്യൂറൽ വർക്ക്സും പെയിൻറ്റിങ്സും എല്ലാം നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ചില വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നത് കിച്ചുവും മേഘ ചേച്ചിയും കൂടെ ഒക്കെയാണ്. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് റൈറ്റ് ഹാൻഡും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 3/4 ഭാഗം വീഡിയോസ് എടുത്തു തന്നത് എൻ്റെ അമ്മ തന്നെയാണ്. കുറേയൊക്കെ കിച്ചുവും മേഘ ചേച്ചിയും കൂടെ ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ആ ഫോട്ടോസൊക്കെ കുറച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോഴാണ് ഉഷാൻ്റെ പറയുന്നത് കുറച്ച് നേരം കൂടെ നിന്നാൽ ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോസ് എല്ലാം എനിക്ക് എടുത്തു തന്നത് മേഘ ചേച്ചിയാണ്. അങ്ങനെ എക്സിബിഷനെല്ലാം കണ്ട് പുറത്തിറങ്ങി. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഉത്സവം കാണാനും ഒക്കെ പോകുന്നത്. അത് മേഘ ചേച്ചിയൊക്കെ വന്നതുകൊണ്ട് കൂടുതൽ സന്തോഷമായി. അമ്മയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അമ്മയുടെ മോള് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുകയൊക്കെയാണ്. കാരണം ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് കുറച്ച് ടൈമും കൂടെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ആ ടൈമിൽ ഞങ്ങൾ അവിടേക്ക് നോക്കിയപ്പോഴാണ് ഒരു കുഞ്ഞു കുട്ടി, ഈ ഓദിക്കാൻ വന്നവരുടെ കൂടെയുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു, ആ കുട്ടി ഇങ്ങനെ ഓതി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിറച്ചും ആൾക്കാരായിരുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു ഈ ഒരു ഓദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് വന്നു. ഇനി നമുക്ക് കുറച്ച് നേരം അത് കാണാം. അത് കഴിഞ്ഞ് ഭഗവാനെ ചൂരലിൽ ആവാഹിച്ചിട്ട് ഒരു പൂജയൊക്കെ ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഭാഗ്യം കൊണ്ട് അതെല്ലാം നല്ലതുപോലെ കാണാനും ഒക്കെ സാധിച്ചു, ആ ഒരു പൂജാകർമ്മങ്ങളും എല്ലാം. അപ്പം ഇത് സന്തോഷ് അങ്കിളിൻ്റെ ശിഷ്യരാണ്. അപ്പം ഇവർ ഞങ്ങൾക്ക് തൊഴാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് ഒരു ബിഗ് താങ്ക്സ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം മേഘ ചേച്ചി കൊടുത്ത
ഗിഫ്റ്റ് അമ്മ അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് നമുക്ക് നോക്കാം. ചേച്ചി ഇംഗ്ലണ്ടിൽ നിന്ന് എപ്പോൾ വന്നാലും നിറയെ ഗിഫ്റ്റ്സുമായിട്ടാണ് വരാറ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അമ്മയ്ക്കൊരു ബാഗായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ ചോക്ലേറ്റ്സും. ഇത്തവണ അതേപോലെ തന്നെ ചോക്ലേറ്റ്സും ബോഡി ലോഷനും ഒക്കെയാണ് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ചേച്ചി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ.